നമ്മുടെ ഫ്രീ ഫയർ പ്രോ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ലെവൽ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെവൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ കയറ്റാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ ലെവൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രീ ഫയറിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലുള്ള ലെവൽ പോലെ നമുക്കും ധാരാളം ലെവലെത്തിക്കാം. ഇതിനുള്ള ഒരു ട്രിക്കാണ് ഈ കാർഡ് നമുക്കെല്ലാവർക്കും അറിയാം. ESP കാർഡാണ്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് 50%-ൻ്റേതാണ്. റാങ്ക് ടോക്കൺ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു കാർഡ് എടുക്കാൻ പറ്റും. ഈ കാർഡിൻ്റെ ഉപയോഗം നമുക്ക് ലെവൽ കൂടാൻ മെയിനായിട്ട് നമുക്ക് ആവശ്യം EXP ആണ്. ഈ EXP പോയിന്റ് നമുക്ക് ഒരു കളിയിൽ 100 EXP കിട്ടിയാൽ അതിൻ്റെ കൂടെ ഒരു 50% EXP കൂട്ടിത്തരും. അടുത്തതായി ഈ കാർഡൊക്കെ വാങ്ങിച്ച് ഏത് മാച്ച് കളിക്കണമെന്നറിയില്ലല്ലോ. ഏറ്റവും അധികം EXP കിട്ടുന്നത് BR മാച്ചിലാണ്. BRൽ സോളോ കളിക്കുന്നതാണ് നല്ലത്. ഉദാഹരണം, സോളോ കളിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ ചത്താൽ നമുക്ക് ബാക്ക് അടിച്ച് പോകാം. എന്നാൽ ഫ്രണ്ട്സിനെ ഇപ്പോൾ കളിക്കുന്നതാണെങ്കിൽ നമ്മൾ ചത്താൽ അവരെ കളി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കളിയിൽ ഏറ്റവും കൂടുതൽ ലൈവ് ചെയ്യുന്ന സമയമാണ് നമുക്ക് ESP ആയി കണക്ക് കൂട്ടുന്നത്. അടുത്തതായി നമ്മൾ ഏതെങ്കിലും ഒരു ഗിൽഡിൽ കൂടണം. ഗിൽഡിലില്ലാത്ത പ്ലെയർ ആണെങ്കിൽ അവർക്ക് 7% EXP കിട്ടില്ല. അതായത് ഗിൽഡിലുള്ള പ്ലെയേഴ്സിന് 7% EXP കൂടുതൽ കിട്ടും. ഇനി നമുക്ക് EXP കാർഡ് വാങ്ങിച്ച് BR കളിച്ച് ഗെയിം പ്ലേ കണ്ടിട്ട് വരാം. നമ്മൾ ഇറങ്ങേണ്ടത് മാപ്പിൻ്റെ ഏറ്റവും അറ്റത്താണ്. അതായത് എനിമീസ് കുറവായ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് M16 കിട്ടി. അപ്പോൾ തന്നെ എന്നെ ഒരു എനിമി അടിച്ചു. ഞാനെന്ത് നോക്കിയില്ല, തിരിച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് ഒരു കില്ല് കിട്ടി. ഇതൊന്ന് നമുക്ക് ബാക്കിന്ന് അടിയിട്ട് ഗ്ലൂ ഇട്ടത് എവിടെയോ നോക്ക്. അങ്ങനെ നമ്മൾ ആദ്യം ചത്തിട്ടുണ്ട്. നമുക്ക് 2 വട്ടം റിവൈവ് ചെയ്യാമല്ലോ. അവിടെയൊക്കെ എനിമി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും അറ്റത്ത് പോയി ഇറങ്ങി. അങ്ങനെ ലൂട്ടൊക്കെ സെറ്റാക്കുമ്പോഴേക്ക് അവിടെ റിവൈവ് പോയിന്റ് ഒരു എനിമി കണ്ടു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. റഷാക്കിയിരുന്നെങ്കിൽ നേരത്തെ പോലെ ആയിരുന്നു. അവൻ പോവോളം ഞാൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ലോങ്ങിന്ന് ഏതൊരു എനിമി അടിച്ചു. ഞാൻ ഇവിടെ ഗ്ലൂ ഇട്ട് ബാക്കിലുള്ള കലയിൽ പോയി ഒളിച്ചു നിന്നു. അതൊരു മണ്ടനായിരുന്നു. അതുകൊണ്ട് അത് റഷ് ചെയ്ത് വന്നു. അവിടെ ഒരു ഗ്ലൂ ഇട്ടു. നോക്കുമ്പോഴേക്ക് ഞാനില്ല. ഞാൻ ബാക്കിന്ന് കുത്തിപ്പിടിച്ച് അവനെ കൊന്നു. അങ്ങനെ നമുക്കിപ്പോൾ 2 കില്ലായി. എന്നിട്ട് അവൻ എവിടുന്ന് ലോങ്ങെന്ന് അടിച്ചു. ഞാൻ പെട്ടെന്ന് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിരുന്നു. നിങ്ങളും ഇതുപോലെ അടിക്കാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു, നിങ്ങൾക്ക് ESP കൂടുതൽ കിട്ടും. ഞാൻ അവിടെ തന്നെ ഇരുന്നു. കഴിഞ്ഞ് നമ്മൾ സോണിൻ്റെ ഉള്ളിലെ കളിക്കാൻ തുടങ്ങി. ലാസ്റ്റ് സോണായതുകൊണ്ട് നല്ല ഡാമേജ് കിട്ടിയിരുന്നു. ഞാൻ ആ കുതിര എടുത്ത് പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു. ഇങ്ങനെ ഞാൻ ഗ്ലൂവിൻ്റെ പുറത്തേക്ക് വേണ്ടി ഓടുമ്പോൾ അവിടെ നിന്ന് എന്നെ ആരോ അടിച്ചു. ഞാൻ വേഗം ഗ്ലൂ ഇട്ടെങ്കിലും ആ കാറിൽ പോയ ആളും അവിടുത്തെ ആളും ഫൈറ്റ് എടുക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് HP ഉണ്ടായിരുന്നു. ഞാൻ വല്ല ഒരു കില്ല് കുമ്മി. എന്നിട്ട് ഞാൻ പോകുമ്പോൾ എന്നെ അടിച്ചു. ഞാൻ വേഗം ഗ്ലൂ ഇട്ട് ലാസ്റ്റ് സോൺ ആയതുകൊണ്ട് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് സ്ഥലം വിടാൻ വേണ്ടി അവിടുത്തെ വണ്ടി എടുത്ത് ഗ്ലൂവിൻ്റെ പുറത്തേക്ക്. അപ്പോഴേക്കും ഞാൻ എല്ലാ സോണിൽ പെട്ട് മരിച്ചു. എനിക്ക് ആ മാച്ചിൽ 345 EXP കിട്ടിയിരുന്നു. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളും ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും നിങ്ങളുടെ ലെവലും പാടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.